പോയിസൺ ഞാൻ കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഡോസ് കുറച്ച് കുറഞ്ഞു പോയോണ്ട് അവർ ഇതുവരെ മരിച്ചിട്ടില്ല. എന്നാലും 2 ദിവസത്തിനുള്ളിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെന്ന് പറയാണ്. പിന്നെ ആ ഒരു രാജകുമാരി ഉണ്ടല്ലോ, അവൾ ആ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ടില്ല. അവളിപ്പോ രാജാവിനെ രാജ്ഞിനെ രക്ഷിക്കാനായിട്ട് എന്തോ ഒരു മാജിക്കൽ വാട്ടർ തേടിയിട്ട് പോയതാണ്. അവിടെ ഒരുപാട് ട്രഷർ ഉണ്ട് എന്നൊക്കെ അവനിപ്പോ അവന്റെ മുന്നിലിരിക്കുന്നുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയോട് പറയാണ്. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഈ ഒരു ലേഡി ഒരു വിച്ചായിരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ നീ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള പൈസ ഞാനിപ്പോ നിനക്ക് തരാന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ, അപ്പോ നമുക്ക് ഒരുമിച്ച് ഒരു ഡ്രിങ്ക്സ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അവന് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്യാണ്. അവനൊന്നും ചിന്തിക്കാതെ ആ ഒരു ഡ്രിങ്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നാൽ മുന്നേ തന്നെ ഈ ഒരു ലേഡി അതിൽ പോയിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ച അവൻ സ്പോട്ടിൽ തന്നെ അവിടെ മരിച്ചു വീഴാണ്. നിന്നോട് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുപോലും വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയാത്ത നീയൊന്നും ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് അവരിപ്പോ പറയാണ്. ഇനിയിപ്പോ ഞാൻ തന്നെ ആ ഒരു രാജകുമാരിനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ അവളെ കൊല്ലണല്ലോ. അത് മാത്രമല്ല അവൾ അന്വേഷിച്ചു പോയിട്ടുള്ള ആ ഒരു ട്രഷറും എനിക്ക് തന്നെ കൈക്കലാക്കണമെന്ന് മന്ത്രവാദിനി ഇപ്പൊ പറയാണ്. ഇപ്പൊ രാജകുമാരിനെയും നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കാട്ടിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഹീറോ ഇപ്പൊ പറയാണ്, ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു വഴി അറിയുന്ന ആളെ ഞാൻ കണ്ടിട്ടുള്ളത്. അവരെവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഒരു അണ്ണാൻ കുഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ്. ഈ അണ്ണാനെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ പറയാണ്, ഇത് നമുക്ക് വഴി കാണിക്കാനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, വാ നമുക്ക് അതിനെ ഫോളോ ചെയ്ത് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് അവനിപ്പോ അതിനെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോ കാടിന്റെ ഉള്ളിൽ ചെറിയൊരു ഹട്ട് ഇവര് കാണുന്നുണ്ട്. ഇവര് ആ ഒരു ഹട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരാള് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇവര് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാണാനേ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലേഡി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മൂക്കിന് ഒരുപാട് നീളമുണ്ട്. ആ ഒരു മൂക്കിപ്പോ അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ ഇടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഹീറോ പോയിട്ട് ആ ഒരു മൂക്ക് എടുത്തിട്ട് അവരിപ്പോ രക്ഷിക്കുന്നുണ്ട്. തല പൊക്കി നോക്കിയ സമയത്താണ് നമ്മുടെ ഹീറോയിനെ അവര് കാണുന്നത്. ആഹാ, ഇത് നീയാണോ, നീ എന്താ ഈ ഒരു ഭാഗത്തേക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, ഈ നിൽക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ രാജകുമാരി. രാജാവിന്റെ രാജ്ഞിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവർ കുറച്ചു ദിവസത്തിനുള്ളിൽ മരിക്കാൻ പോവാണ്. അതിനു മുന്നേ നിങ്ങൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു മാജിക്കൽ വാട്ടറിലെ അത് കണ്ടുപിടിച്ചിട്ട് അവർക്ക് കൊണ്ടേ കൊടുത്താലേ അവർ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ